الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി വീഡിയോകൾ കാണുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹോദരങ്ങൾ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, അല്ലാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീകളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. നിസ്കാരത്തിൽ നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും. നിസ്കാരത്തിലെ 14 ഫർളുകൾ അതിൻ്റെ രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്, നമ്മൾ അമൽ ചെയ്യുന്നവരാണ്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും വിട്ടുപോകുന്ന ഒരു ഫർളാണ് 9ാമത്തെ ഫർള്. അത് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ആ നിസ്കാരത്തിൽ നമ്മളെ ഇബ്ലീസ് പിടികൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചില ആൾക്കാരുടെ നിസ്കാരങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ചിരി വരും. ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെയുള്ള നിസ്കാരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി വേണം നിങ്ങൾ നിസ്കരിക്കാൻ. വന്നുകൊണ്ട് നമ്മൾ കൈകെട്ടി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോ അല്ലാഹു നമ്മളെ കാണുന്നുണ്ടെന്നുള്ള വിചാരം നമുക്ക് വേണം. ആ വിചാരത്തോടുകൂടി നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി വന്ന് കൈകെട്ടുമ്പോൾ അവന്റെ അടുക്കലേക്ക് അതാ ഒരു ഇബ്ലീസ് കടന്നു വരുന്നു. അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുന്നിലും പിന്നിലും തലയുടെ ഭാഗത്തും വന്നിരുന്നു കൊണ്ട് ഇബ്ലീസ് അങ്ങനെ കടന്നു പറയും, എടാ, നിനക്ക് നിസ്കരിച്ചതിന് ശേഷം ഒരുപാട് പണിയുണ്ടല്ലോ, ഒരുപാട് തിരക്കുകളുള്ളവനാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളൂ, നിസ്കാരമൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ പൊയ്ക്കോ, പിന്നെയും വന്ന് നിസ്കരിക്കാമല്ലോ, ഇപ്പൊ നിനക്ക് ധൃതിയുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്. നമുക്കൊന്നിരുന്നു കൊണ്ട് റാഹത്തായി നിസ്കരിക്കാനോ ദുആ ചെയ്യാനോ കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇബ്ലീസ് കടന്നു പിടിച്ചിരിക്കുന്നു എന്ന് സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇബ്ലീസ് നമ്മളെ കടന്നു പിടിക്കുന്നു. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിന്റെ തരിമൂക്ക് പൊട്ടിയിട്ട് രക്തങ്ങൾ കടന്നു വരിക, രക്തം വരിക, വായിൽ കൂടിയും മൂക്കിൽ കൂടിയും രക്തം വരിക. വന്നുആസു, രണ്ടാമത്തത് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, തൂങ്ങി ഉറക്കം നിനക്ക് അനുഭവപ്പെട്ടു പോവുക. ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വരുമ്പോഴും തൂങ്ങിയുറക്കം നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസ് നിന്നെ പിടിച്ചിരിക്കുന്നു എന്ന് സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കൈകെട്ടിയിട്ട് നിന്ന ഉറക്കം റുകൂയിൽ പോയാലും സുജൂദിൽ പോയാലും അത്തഹിയ്യാത്തിലിരുന്നാലും, അത്തഹിയ്യാത്തിലിരുന്നാൽ പിന്നെ ചിലപ്പോൾ ഇമാം സലാം വീട്ടുന്നത് പോലും അറിയില്ല, അങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കളയും. ഇങ്ങനെ തൂങ്ങിയുറക്കം സംഭവിക്കുക. ദിക്റിന്റെ മജ്ലിസ് വന്നാൽ തൂങ്ങിയുറങ്ങുക,
ഖുർആൻ എടുത്തുകൊണ്ട് കയ്യിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ഉടനെ തൂങ്ങിയുറങ്ങുക, അത് ഓതാൻ സമ്മതിക്കാതിരിക്കുക, ദിക്ർ ചൊല്ലാൻ സമ്മതിക്കാതിരിക്കുക, ഖൈറായ ഒരു കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അത് നിന്നെ ഇബ്ലീസ് പിടിച്ചതിന്റെ അടയാളമാണ്. അതുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ അഊദ് നിങ്ങൾ ഓതണം. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ്, ബിസ്മി ഓതുന്നതിന് മുമ്പ് അഊദ് നിങ്ങൾ ഓതിക്കോ. അത് ഇബ്ലീസിനെ തടയാനുള്ള വലിയൊരു മാർഗമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ തൂങ്ങിയുറക്കമുണ്ടാവുക. മൂന്നാമത്തെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, തല ചൊറിയുക, താടി ചൊറിയുക, മുഖം ചൊറിയുക, കൈ ചൊറിയുക, പുറം ചൊറിയുക. അതുവഴിയും നിനക്ക് ചൊറിച്ചിലില്ലായിരുന്നു, എന്നാൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിയുമ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ചില മഹാന്മാരെ നമുക്ക് കാണാൻ കഴിയും. ചില മനുഷ്യന്മാര് അവർക്ക് താടിയുണ്ട്, നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് ഈ താടിയിലേക്ക് പിടിച്ചുകൊണ്ട് ജോലിയായിക്കൊണ്ടിരിക്കുന്നവർ. താടി തടയിക്കുക, താടി ഇങ്ങനെ തടയിക്കൊണ്ട് നിൽക്കുക. നിസ്കരിക്കുന്ന സമയം താടി തടയിക്കൊണ്ടിരിക്കുക, അല്ലാത്ത സമയത്തും ഇങ്ങനെ താടി ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കുക. അത് ഇബ്ലീസിന്റെ പണിയാ. അത് ഇബ്ലീസ് നിന്നെ ചതിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശരീരം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, താടി തടയിക്കൊണ്ടിരിക്കുക, കണ്ണ് തിരുമുക, തല തടകുക, വസ്ത്രങ്ങൾ നേരെയാക്കിക്കൊണ്ടിരിക്കുക. കുറച്ചും കൂടി ഭംഗിയാകാനുണ്ട്. എവിടെ? നിസ്കാരത്തില്. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിലെ കുറച്ചും കൂടി ഭംഗിയാകാനുണ്ട്. എല്ലാം ഇങ്ങനെ പിടിച്ചൊക്കെ ഇട്ടോട്ടി നിൽക്കുക. ഒരു പ്രാവശ്യം ഇങ്ങനെ പിടിച്ചിട്ട് കുഴപ്പമില്ല. നിരന്തരമായി ഇങ്ങനെ വസ്ത്രങ്ങൾ പിടിച്ചിടുകയും താടി ശരിയാക്കുകയും ചൊറിയുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം അവിടെ ബാത്തിലാവുകയാണ്. നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ അവിടെ കുറഞ്ഞു പോവുകയാണ്. അവന്റെ നിസ്കാരത്തിന്റെ ഫള് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇബ്ലീസ് അവനെ പിടിച്ചിരിക്കുന്നു എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു. 4 പറഞ്ഞാൽ അൽ വസ്വാസ് ഉണ്ടാവുക. ഓതുന്നത് ശരിയല്ല, പിന്നെ ഓതുക. ബിസ്മി ഓതി അങ്ങോട്ട് ശരിയായില്ല, പിന്നെ ബിസ് 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 എന്ന് പറഞ്ഞു നിൽക്കുക. അങ്ങനെ ചെറിയ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഒളുവെടുക്കാൻ വേണ്ടിയിട്ട് കിടന്നു വന്നാൽ ആ ഒളുവെടുക്കാൻ വേണ്ടി ഹൗദിന്റെ മുന്നിൽ നിന്നാൽ പിന്നെ അവിടുന്ന് പോയില്ല. 3-4 പ്രാവശ്യം കൈ കഴുകിയാലും അവന് തൃപ്തിയാവില്ല. പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുകയാണ്. തല തടകിയാൽ അങ്ങോട്ട് റാഹത്താവുന്നില്ല, വീണ്ടും തല തടകുകയാണ്. സുബ്ഹാനല്ലാഹ്. കഴുകി നിൽക്കുക. സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പള്ളിയിൽ വന്ന ആളാണ്. പക്ഷേ ഒളുവെടുത്തിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. വസ്വാസ് പിടിച്ചു, ശൈത്താൻ പിടിച്ചു. വസ്വാസ് കാരണമായിട്ട് വീണ്ടും ഒളുവെടുത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇമാമ് പോയി കയ്യും കെട്ടി ഉറക്കാത്തും കഴിഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ കയറിയിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. അത് ശൈത്താന്റെ ഇടപെടലാണ്. നിന്റെ നിസ്കാരത്തിന്റെ സമയങ്ങൾ അവിടെ നശിപ്പിച്ചു കളയുകയാണ്. നിനക്ക് വസ്വാസ് എന്നിട്ട് നിന്റെ അമൽ മുഴുവനും നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നോദണം. മാത്രമല്ല ഒളുവെടുക്കുന്ന നല്ല രീതിയിൽ ഒളുവെടുത്തു കഴിഞ്ഞാൽ ഇബ്ലീസിന്റെ പ്രശ്നം അവിടുന്ന് മാറുന്നതാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നല്ല ഒളു എന്ന് പറഞ്ഞാൽ ഈ വസ്വാസ് എടുത്തുകൊണ്ടിരിക്കലല്ല. ഫർളുകളും സുന്നത്തുകളും വീട്ടിട്ടൊരു ഒളു അത് മതി. 3 പ്രാവശ്യം അവയവങ്ങൾ കഴുകുക. ഇത് 3 അല്ല 4 അല്ല 8 അല്ല 10 അല്ല, ഇങ്ങനെ കഴിയുകയാണ്. ശരീരത്തിലെ തൊലി പൊളിഞ്ഞു പോകാത്ത കാര്യമായി. അത്രത്തോളം ഒതെടുക്കുക. അങ്ങനെ ആവശ്യമില്ല. ശരീരത്തിന്റെ അവയവങ്ങൾ നനയുക, നീയത്ത് നന്നാക്കുക.
തർത്തീബായിട്ട് ചെയ്യുക, ക്രമപ്രകാരം ചെയ്യുക. മുങ്കൈ കഴുകുക, മുഖം കഴുകുക, കൈ കഴുകുക, കാല് കഴുകുക, തല തടകുക, മതി. അതിന് വീണ്ടും ഇങ്ങനെ കഴുകി നിൽക്കാൻ പാടില്ല. അത് വസ്വാസാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വസ്വാസ് കടന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ അത് ഇബ്ലീസിന്റെ പണിയാണ്. ഇബ്ലീസ് കാരണമായിട്ട് സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് ഇബ്ലീസിനെ നമ്മുടെ അടുക്കൽ നിന്ന് ഓടിക്കണമെങ്കിൽ നീ എടുക്കണേ. മാത്രമല്ല അല്ലാഹുവിനോട് നിങ്ങൾ കാവലിനെ തേടണേ എന്ന് ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ മറന്നുപോകുന്ന ഒരു ഫർളുണ്ട്. നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു ഫർളുണ്ട്. ഏതാ? നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്, റുക്കൂ ചെയ്യാറുണ്ട്, സുജൂദ് ചെയ്യാറുണ്ട്, ഇടയിൽ ഇരിക്കാറുണ്ട്, അത്തഹിയ്യാത്ത് ഓതാറുണ്ട്, എല്ലാ ഫർളുകളും എടുക്കാറുണ്ട്. എന്നാൽ നമ്മളൊരു ഫർള് നമ്മൾ മറന്നുപോകുന്നു. ഏതാണെന്നറിയോ? തുമഅനീന, അനക്കമടങ്ങുക. എല്ലാവർക്കും വളരെ പെട്ടെന്ന് സ്പീഡിൽ വന്ന് നിസ്കരിച്ചിട്ട് പോവുക. എന്നാൽ നമ്മുടെ നൃത്തത്തിലാണെങ്കിലും റുകൂഇലാണെങ്കിലും സുജൂദിലാണെങ്കിലും ഇടയിലിരുത്തത്തിലാണെങ്കിലും തുമഅനീനത്ത് വേണം. ഒന്നടങ്ങി പാർക്കണം. നമ്മൾ ഒരല്പസമയം കൂടെ അടങ്ങണം. തുമഅനീനത്ത് ഫർളാണ്. ആ തുമഅനീനത്തില്ലെങ്കിൽ ആ നിസ്കാരം ബാത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അടുക്കളയെ ചോറും കഞ്ഞിയും ഒക്കെ വെച്ചൊന്ന് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മുടെ ചിന്ത മുഴുവൻ അടുക്കളയിലാ. നമ്മുടെ ചിന്ത മുഴുവനും അടുക്കളയില. പാല് തിളച്ചിട്ട് പോവോ, ചോറങ്ങ് വെന്തു പോവോ, കറി തിളച്ചിട്ട് പോവോ എന്നുള്ള ചിന്തയിലാണ് ഇവിടെ കൈകിട്ടിയിരിക്കുന്നത്. എങ്ങനെ നിസ്കാരം ശരിയാകാനാണ്? എങ്ങനെ നിസ്കാരം ശരിയാകാനാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇബ്ലീസിന്റെ പണികളാണ്. ഇങ്ങനെ ആരുടെയെങ്കിലും നിസ്കാരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസ് നിങ്ങളെ പിടിച്ചിരിക്കുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്. സാദിഖുൽ മസ്തൂഖായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.